Okay, block designs. The theory of block designs is an important area of combinatorics. അപ്പം ബ്ലോക്ക് ഡിസൈൻസ് എന്താണെന്ന് നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ആ എക്സാമ്പിളിനകത്ത് പറയുന്നത് ഒരു കമ്പനി ഉണ്ട്. ആ കമ്പനിയിൽ 9 എക്സിക്യൂട്ടീവ്സ് ഉണ്ട്. ഓക്കെ, ആ 9 എക്സിക്യൂട്ടീവ്സ് തന്നെയല്ല, വേറെ വർക്കേഴ്സും ആ കമ്പനിയിലുണ്ട്. അപ്പോൾ കമ്പനിയുടെ മെയിൻ ഹെഡിന്, അതിൻ്റെ പ്രസിഡൻറ്റിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 പേരുള്ള ഒരു കമ്മിറ്റി ഉണ്ടാക്കണം. ഈ 9 എക്സിക്യൂട്ടീവ്സിനെ വെച്ചിട്ട് 3 പേരുള്ള ഒരു കമ്മിറ്റി ഉണ്ടാക്കണം. ആ കമ്മിറ്റിയുടെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള വർക്കേഴ്സിൻ്റെ ഗ്രീവിയൻസസ് കേൾക്കുക എന്നുള്ളതാണ്. അപ്പം ഈ 9 പേർക്കും ഈ പണി ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ആ പ്രസിഡൻറ്റ് തീരുമാനിച്ചു, ഓരോ മാസവും ആദ്യത്തെ മാസം ആദ്യത്തെ 3 പേര്, അടുത്ത മാസം അടുത്ത 3 പേര്, അങ്ങനെ. അപ്പോൾ ഈ 9 പേർക്കും ആ പണി കിട്ടും. ഓക്കെ, ആ ഒരു സെൻസിൽ അതായത് ഈ 9 പേരിൽ എല്ലാവർക്കും ഈക്വൽ ടൈം വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇതിൻ്റെ പ്രസിഡൻറ്റ് അത് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അങ്ങനെ ഒരു ഡിവിഷൻ പോസിബിൾ ആണോ? ആണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഈ 9 പേരെ നമ്മൾ 1 2 3 etc. to 9 എന്നുള്ള പേരിട്ട് വിളിക്കുകയാണ്. അതിനകത്ത് 1 എന്ന് പറഞ്ഞ പേരുള്ള ആൾ 4 മാസം വർക്ക് ചെയ്യണം. 2 എന്നുള്ള പേരെന്നുള്ള ആൾ 4 മാസം വർക്ക് ചെയ്യണം. അങ്ങനെയാകുമ്പോൾ മൊത്തം 12 മന്ത്സിൽ എല്ലാവർക്കും, അതായത് ഈ 9 പേർക്കും ഈക്വൽ എമൗണ്ട് ഓഫ് വർക്ക് കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. സോ അതാണ് എക്സാമ്പിളിൻ്റെ പാരഗ്രാഫിൽ പറഞ്ഞേക്കുന്നത്. So the president of a company has 9 executives working under her. She decides to appoint a 3-person committee from among the 9 executives to handle any concerns of other workers. A fair way to do this is to appoint a new committee every month for every executive to serve the same amount of time. For this, each one must spend 4 months of the year on a committee. Thus, each executive must be on a committee with 2 other executives 4 times during the year. Can one such committee be formed? Yes. അങ്ങനത്തെ ഒരു കമ്മിറ്റി നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, ജനുവരിയിൽ ആ കമ്മിറ്റി ഫോം ചെയ്ത് വെച്ചേക്കണേ അങ്ങനത്തെ ഒരു കമ്മിറ്റിയുടെ ഫോമാണ് താഴെ കൊടുത്തിരിക്കണത്. ജനുവരിയിൽ 1 2 3 പേരുള്ള ആൾക്കാർ വർക്ക് ചെയ്യും. ഫെബ്രുവരിയിൽ 1 4 7 അങ്ങനെ ഡിസംബർ വരെയുള്ള കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ 1 എന്നുള്ള ആൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ 4 മാസം വർക്ക് ചെയ്യുന്നുണ്ട്. 2 എന്നുള്ള ആൾ ജനുവരി, പിന്നെ അത് കഴിഞ്ഞ് മെയ് ജൂൺ ജൂലൈ, മൊത്തത്തിൽ 4 മാസം വർക്ക് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? സോ അങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ 9 പേരിൽ എല്ലാവർക്കും ഈക്വൽ എമൗണ്ട് ഓഫ് ടൈമിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഒരാൾ 4 മാസം വെച്ച്, 9 പേരും 4 മാസം വെച്ച് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നമുക്കിതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇത് കോമ്പിനേറ്റോറിക്സിൻ്റെ ഒരു സ്പെഷ്യൽ ഏരിയ ആണ് ആക്ച്വലി. അപ്പം ഇതിനകത്ത് ഇനി പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 9 നമ്മളിപ്പം 9 പേരെ 12 സെറ്റായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ആക്ച്വലി. 12 സെറ്റെന്ന് ഇവിടെ ആക്ച്വലി ഉദ്ദേശിക്കുന്നത് ഈ 12 മാസമാണ്. ഓക്കെ, സോ അതിനെയാണ് ബ്ലോക്ക് ഡിസൈൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, എ സെറ്റ് ഓഫ് കെ എലമെൻറ്റ് സബ്സെറ്റ്സ് ഓഫ് വി, അത് താഴത്തെ പാരഗ്രാഫിൽ കൊടുത്തിട്ടുണ്ട്. ദ സെറ്റ് ഓഫ് കെ എലമെൻറ്റ് സബ്സെറ്റ്സ് ഓഫ് വി. വി എന്ന് പറഞ്ഞ സെറ്റ് ഓഫ് ഓൾ വേർട്ടീസസ് ആണ്. സെറ്റ് ഓഫ് ഓൾ വേർട്ടീസസ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമ്പർ ഓഫ് എക്സിക്യൂട്ടീവ് ആണ്. നമ്പർ ഓഫ് എക്സിക്യൂട്ടീവ്സ് ഇതിന് എത്ര പേരുണ്ട്? 9 പീപ്പിൾ ഉണ്ട്. സോ അതാണ് വി എന്നിവിടെ ഉദ്ദേശിക്കുന്നത്. എ സെറ്റ് ഓഫ് കെ എലമെൻറ്റ് സബ്സെറ്റ്സ് ഓഫ് വി. കെ എലമെൻറ്റ് സബ്സെറ്റ്സ് ഓഫ് വി എന്ന് പറഞ്ഞാൽ എന്നാ, ഈ 9 പേരെ, ഇവിടുത്തെ കെ എന്ന് പറഞ്ഞാൽ 3 ആണ്. 9 പേരെ 3 എലമെൻറ്റ് സബ്സെറ്റ് സൈഡ്സ് നമ്മൾ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ മൊത്തം 12 സബ്സെറ്റ്സ് ഉണ്ട്. ഓക്കെ, ആ 12 എക്സാമ്പിളിൽ 12 സബ്സെറ്റ്സ് ഉണ്ട്. ഈ 12 സബ്സെറ്റ്സിൻ്റെ എൻറ്റയർ സെറ്റിനെയാണ് ബ്ലോക്ക് ഡിസൈൻ എന്ന് വിളിക്കുന്നത്. അതാണ് നെക്സ്റ്റ് പാരഗ്രാഫിലെ ഫസ്റ്റ് സെൻറ്റൻസ് മീൻ ചെയ്യുന്നത്. ഇനി വേറെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജനുവരി ഒരു ബ്ലോക്കാണ്, ഫെബ്രുവരി ഒരു ബ്ലോക്കാണ്, മാർച്ച് ഒരു ബ്ലോക്കാണ്, അങ്ങനെ ഡിസംബർ വരെ ഒരു ബ്ലോക്കാണ്. അപ്പോൾ മൊത്തത്തിൽ സ്മോൾ ബി ഈക്വൽ ടു 12 ഇൻ അവർ എക്സാമ്പിൾ.
ഓക്കെ. അപ്പോൾ ഓരോ ബ്ലോക്കിനെ നമ്മൾ ബി എന്നുള്ള പേരിട്ട് വിളിക്കുകയാണ്. അത്ര ഞാൻ പറയുന്നുള്ളൂ. ഇനി അടുത്ത എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ആർ കെ എന്താന്ന് പറഞ്ഞു, ബി എന്നാന്ന് പറഞ്ഞു, വി എന്നാന്ന് പറഞ്ഞു. ഇനിയുള്ളത് ആറും ലാംഡയുമാണ്. ആറ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വേർട്ടെക്സും, വേർട്ടെക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ 9 എക്സിക്യൂട്ടീവിലെ ഓരോ ആളും 4 മാസമാണല്ലോ വർക്ക് ചെയ്യുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഓരോ വേർട്ടെക്സും എത്ര ബ്ലോക്കിൽ വരാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം ഇവിടെ ഓരോ വേർട്ടെക്സും 4 ബ്ലോക്കിൽ വരാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് അതിനെയാണ് ആറെന്ന് വിളിക്കുന്നത്. ഓരോ വേർട്ടെക്സും എത്ര ബ്ലോക്കിൽ വരാൻ പറ്റും. ഇപ്പം ഇൻ ദിസ് കേസ് ആർ ഈസ് ഈക്വൽ ടു 4. ഇനി ലാംഡ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ജനുവരിയിൽ നോക്കുവാണെങ്കിൽ 2ഉം എന്താ പറയുക 1ഉം ഓക്കെ ലെറ്റ്സ് ടേക്ക് 2, 3. ജനുവരിയിലെ ഒരു പെയറാണ് 2ഉം 3. ഈ 2ഉം 3യും പെയറായിട്ട് പിന്നീട് അങ്ങോട്ട് ഒരു മാസത്തിൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. ഫെബ്രുവരിയിൽ 2, 3 ഇല്ല, മാർച്ചിൽ 2, 3 ഇല്ല, ഏപ്രിലിൽ 2, 3 ഇല്ല. ഓക്കെ, സോ 2ഉം 3യും പെയറായിട്ട് ജനുവരിയിൽ മാത്രമേ ഉള്ളൂ. അപ്പം ഇത്രേ ഉള്ളൂ. ഏത് 2 വേർട്ടെക്സ് എടുത്താലും ആ 2 വേർട്ടെക്സിൻ്റെ ആ പെയർ എത്ര ബ്ലോക്കിൽ കാണാൻ പറ്റും, അതിനെയാണ് ലാംഡ എന്ന് വിളിക്കുന്നത്. നമ്മുടെ എക്സാമ്പിളിൽ ലാംഡ ഈസ് ഈക്വൽ ടു 1. ബിക്കോസ് 2, 3 എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർ സാധനത്തിൻ്റെ പെയർ ആ ഒരൊറ്റ ബ്ലോക്കിലേ കാണാൻ പറ്റുള്ളൂ ജനുവരിയിൽ. ഇതിപ്പോൾ 2, 3 പോട്ടെ, 4, 7 നോക്കുക ഫെബ്രുവരിയിൽ. 4, 7 ഫെബ്രുവരി മാത്രമേ കാണാൻ പറ്റുള്ളൂ, വേറെ എവിടെയും അത് ഒരുമിച്ച് വരുന്നില്ല. ദാറ്റ്സ് ഇറ്റ്. സോ ലാംഡ ഈസ് ഈക്വൽ ടു 1. അപ്പോൾ അതിൻ്റെയാണ് സെക്കൻഡ് പാരഗ്രാഫ്. ഇതിൻ്റെ എല്ലാം ഡെഫിനിഷൻസിനെയാണ് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് നമുക്ക് നോക്കാം. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ ബ്ലോക്ക് ഡിസൈൻ ഓൺ എ സെറ്റ് വി with V belongs to capital V, V greater than or equal to 2 elements, called varieties, which is a set of k element subsets of V for some k greater than or equal to 1. അപ്പോൾ ഈ വെർട്ടെക്സ് സെറ്റിനെ അതിനകത്തോളം എല്ലാ വെർട്ടെക്സിനെ നമ്മൾ ഡിഫറെൻറ്റ് വെറൈറ്റീസ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഈച്ച് കെ എലമെൻറ്റ് സബ്സെറ്റ് ഈസ് റെഫേർഡ് ടു ആസ് എ ബ്ലോക്ക് ഇഫ് ഈച്ച്, അത് ബ്ലോക്ക് എന്താണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഇഫ് ഈച്ച് വെറൈറ്റി അപ്പിയേഴ്സ് ഇൻ എക്സാക്ട്ലി ആർ ബ്ലോക്സ് ആൻഡ് ഈച്ച് പെയർ ഓഫ് വെറൈറ്റീസ് ഒക്കർ ടുഗെദർ ഇൻ എക്സാക്ട്ലി ലാംഡ ബ്ലോക്സ്, ദെൻ ദ ഡിസൈൻ ഈസ് ബാലൻസ്ഡ്. അപ്പം ഇഫ് ഈച്ച് വെറൈറ്റി അപ്പിയേഴ്സ് ഇൻ ആർ ബ്ലോക്സ് ആൻഡ് ഇഫ് ഈച്ച് പെയർ ഓഫ് വെറൈറ്റീസ് അപ്പിയേഴ്സ് ഇൻ ലാംഡ ബ്ലോക്സ്, നമുക്കതിനെ ആ ഡിസൈനിനെ ഒരു ബാലൻസ്ഡ് ഡിസൈൻ എന്ന് വിളിക്കാൻ പറ്റും. എ ഡിസൈൻ ഈസ് കംപ്ലീറ്റ് ഇഫ് ഈച്ച് block is V and incomplete if each block is a subset of V. ഓക്കെ, ഓരോ ബ്ലോക്കിൽ മൊത്തം, ഇപ്പം ഞാൻ പറയാം, ജനുവരി എന്ന് പറഞ്ഞ ബ്ലോക്കിൽ മൊത്തം 9 എലമെൻറ്റ്സ് ഉണ്ടായിരുന്നെങ്കിൽ അതിനെ നമുക്ക് കംപ്ലീറ്റ് എന്ന് വിളിക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ കേസിൽ ജനുവരി എന്ന് പറഞ്ഞ ബ്ലോക്കിൽ 3 എലമെൻറ്റ്സേ ഉള്ളൂ. 3 ഈസ് എ സബ്സെറ്റ് ഓഫ് V. 3 ഈസ് എ set of 3 elements is a subset of set of 9 elements, right? So നമ്മുടെ example is an example of an incomplete design. Okay, so an incomplete if each block is a subset of V. BIBD എന്ന് പറയുന്നത് എ ബാലൻസ്ഡ് ഇൻകംപ്ലീറ്റ് ബ്ലോക്ക് ഡിസൈൻ ആണ്. ഓക്കെ, ഒരു ബ്ലോക്ക് ഡിസൈൻ ബാലൻസ്ഡും ആവണം ഇൻകംപ്ലീറ്റും ആണ്. ആ കേസിലാണ് BIBD എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് എ BVRK ലാംഡ ഡിസൈൻ വേർ V വെറൈറ്റീസ് ആർ അറേഞ്ച്ഡ് ഇൻ B ബ്ലോക്സ് ഓഫ് കാർഡിനാലിറ്റി K ഇൻ എ BIBD. ദാറ്റ്സ് ഇറ്റ്. അതിന് ഈ സെയിം BIBDനെ നമ്മൾ BVRK ലാംഡ ഡിസൈൻ എന്നും വിളിക്കും. Our example above is a 129431 design. അത് ക്ലിയർ ആണ്. നമ്മൾ ബിയുടെ സ്ഥാനത്ത് BVRK ലാംഡ ഡിസൈൻ ആണല്ലോ. അപ്പം ബി എന്ന് പറയുന്നത് നമ്മുടെ എക്സാമ്പിൾ 12 ആണ്, വി എന്ന് പറയുന്നത് നമ്മുടെ എക്സാമ്പിൾ 9 ആണ്, R 4 ആണ്, K 3 ആണ്, ലാംഡ 1 ആണ്. നമ്മൾ പറഞ്ഞതാണ്. സോ our example is 12941 design with V equal to 1, 2, 3 etc. to 9. BVRK ലാംഡ ആർ നോട്ട് ഓൾ ഇൻഡിപെൻഡൻറ്റ്. അതായത് BVRK ലാംഡയിൽ ഏതെങ്കിലും 2-3 എലമെൻറ്റ്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും ബാക്കി എലമെൻറ്റ്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം എല്ലാം ഇൻഡിപെൻഡൻ്റ് അല്ല.
2-3 വാല്യൂ കിട്ടുവാണെങ്കിൽ നമുക്ക് ബാക്കി എലമെൻസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് തിയറംസാണ് താഴേക്ക് പോകുമ്പോൾ ഉള്ളത്. തിയറം 6.14. ഇൻ എ BVRK ലാംഡ ഡിസൈൻ BK ഈക്വൽ ടു VR. ഓക്കെ, അതെങ്ങനെയാണെന്ന് നോക്കാം. ഈച്ച് ബ്ലോക്ക് കണ്ടെയ്ൻസ് K വെറൈറ്റീസ്. ശരിയാണല്ലോ, എല്ലാ ബ്ലോക്കിലും K വെർട്ടീസസ് ഉണ്ട്, K വെറൈറ്റീസ് ഉണ്ട്. Therefore the total number of vertices in B block is BK. മൊത്തം B ബ്ലോക്കിൽ എത്ര വെറൈറ്റീസ് ഉണ്ടെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അത് B ഇൻറ്റു K ആണ്. നമ്മുടെ എക്സാമ്പിളിൽ ഓരോ ബ്ലോക്കും നോക്കുക, ഓരോ ബ്ലോക്കിലും 3 വെറൈറ്റീസ് ഉണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് വെറൈറ്റീസ് ഇൻ ഓൾ ദീസ് 12 ബ്ലോക്സ് ഈസ് 12 ഇൻറ്റു 3, ദാറ്റ് ഈസ് ഈക്വൽ ടു 36. ദാറ്റ്സ് ഇറ്റ്. അതാണ് ഇവിടെ പറയുന്നത്. Each of the V vertices occur in R blocks. So the total number of vertices in B blocks is also V into R. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈച്ച് ഓഫ് ദ V vertices occur in R blocks. നമ്മൾ പറഞ്ഞു 1 എന്ന് പറയുന്നൊരു വേർട്ടെക്സ് 4 ബ്ലോക്കിലുണ്ട്, 2 എന്ന് പറഞ്ഞൊരു വേർട്ടെക്സ് പിന്നെ 4 ബ്ലോക്കിലുണ്ട്, 3 എന്ന് പറഞ്ഞൊരു വേർട്ടെക്സ് മൊത്തം 4 ബ്ലോക്കിലുണ്ട്. അപ്പം മൊത്തം ഈച്ച് ഓഫ് ദ വേർട്ടെക്സ് ഓഫ് V occur in R blocks. അപ്പം മൊത്തം എത്ര വേർട്ടെക്സ് ഉണ്ട്? 9 വേർട്ടെക്സ് ഉണ്ട് നമ്മുടെ എക്സാമ്പിളിൽ. 9 വേർട്ടെക്സും 4 ബ്ലോക്സിൽ വെച്ച് വരുന്നുണ്ട്. സോ 9 ഇൻറ്റു 4 36. സോ കുറച്ച് മുമ്പ് BKയും നമുക്ക് 36 കിട്ടിയത്. ഇപ്പം VR-ഉം നമുക്ക് 36 തന്നെ കിട്ടി. Therefore BK is equal to VR. So the total number of vertices in B blocks is also VR. Therefore ഇപ്പം നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട എന്തായിരുന്നു? ടോട്ടൽ നമ്പർ ഓഫ് വേർട്ടീസസ് ഇൻ B blocks. ടോട്ടൽ നമ്പർ ഓഫ് വേർട്ടീസസ് ഇൻ B blocks ഈസ് ഈക്വൽ ടു BK വിച്ച് ഈസ് ഈക്വൽ ടു VR. ദാറ്റ്സ് ഇറ്റ്. അത് നമുക്ക് എക്സാമ്പിൾ വെച്ചും അല്ലാതെയും എല്ലാം കൃത്യമായിട്ട് കിട്ടി. ഇനി തിയറം 6.15. ഇൻ എ BVRK ലാംഡ ഡിസൈൻ ലാംഡ ഇൻറ്റു V-1 ഈസ് ഈക്വൽ ടു R ഇൻറ്റു K-1. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ലെറ്റ് X be an arbitrary variety. Then X appears in R different blocks. ക്ലിയർ ആണ്. എക്സ് ഇതിനകത്തൊരു ആർബിട്രറി വെറൈറ്റി ആണ്. എക്സ് ഇപ്പം നമ്മളുടെ എക്സാമ്പിളിൽ ഒരു എക്സിനെ നമുക്ക് നമ്മുടെ എക്സാമ്പിളിൽ 1 എന്ന് പറഞ്ഞ വെറൈറ്റി ആയിട്ട് എടുക്കുകയാണ്. ഇഫ് എക്സ് ഈസ് ഈക്വൽ ടു 1 അപ്പിയേഴ്സ് ഇൻ 4 blocks. ദാറ്റ്സ് വാട്ട് ദേ ടോൾഡ്. എക്സ് അപ്പിയേഴ്സ് ഇൻ R blocks. In each of these blocks, X appears with K-1 of the other V-1 vertices. അതായത് മൊത്തം V വെർട്ടീസസ് ഉണ്ട്, അതിനകത്ത് ഒരു വേർട്ടെക്സ് ആണ് എക്സ്. അപ്പോൾ എക്സ് പോകുമ്പോൾ എത്ര ഉണ്ട്? V-1 വേർട്ടെക്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനിയുള്ളത് ശ്രദ്ധിച്ച് ഇനി നമ്മുടെ എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. നമ്മുടെ എക്സാമ്പിളിൽ എക്സ് എന്ന് പറയുന്നത് 1 എന്ന് പറയുന്ന എലമെൻ്റ് ആണ്, അല്ലെങ്കിൽ 1 ആയിട്ട് കൂട്ടുക. അപ്പം 1 പോയി കഴിയുമ്പം ആ സെറ്റ് വേർട്ടെക്സ് സെറ്റിൽ 9 ഉണ്ടായാൽ 1 എന്ന് പറയുന്ന എക്സ് പോയി കഴിയുമ്പം മൊത്തത്തിൽ ഇപ്പോൾ 8 എലമെൻറ്റ്സ് ഉണ്ട്. ഓക്കെ, ഈ 8 എലമെൻറ്റ്സ് ഇനിയിപ്പോൾ നമ്മുടെ എക്സാമ്പിളിൽ K എന്താണ്? 3 ആണ്. 3 - 1 എന്താണ്? 2 ആണ്. ഓക്കെ, സോ അവർ പറയുന്ന സെൻറ്റൻസ് നമുക്കൊന്നുകൂടെ ശ്രദ്ധിക്കാം. ഇൻ ഈച്ച് ഓഫ് ദീസ് ബ്ലോക്സ് X അപ്പിയേഴ്സ് വിത്ത് K-1 ഓഫ് ദ അതർ V-1 വേർട്ടീസസ്. അപ്പം നമ്മുടെ എക്സാമ്പിളിൽ എക്സ് 1 ആയിട്ട് എടുക്കുകയാണെങ്കിൽ എക്സ് ഏതൊക്കെ മാസങ്ങളിൽ വരും? ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ എക്സ് ഉണ്ട്. സോ എക്സ് ഒക്കേഴ്സ് വിത്ത് K-1 എത്രയാണ്? 2 ഓഫ് ദ അതർ 8 വേർട്ടീസസ് എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലേ? ശരിയല്ലേ? ജനുവരിയിൽ എക്സ് എന്ന് പറയുന്ന 1 അപ്പിയേഴ്സ് വിത്ത് 2 and 3, where 2 and 3 are 2 of the other 8 vertices. ഹെന അതുപോലെ തന്നെ ഫെബ്രുവരിയിലും അങ്ങനെ തന്നെ എക്സ് എന്ന് പറയുന്ന 1 അപ്പിയേഴ്സ് വിത്ത് 4 and 7, where 4 and 7 are 2 among the other 8 vertices excluding x. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ക്ലിയർ ആയെന്ന് തോന്നുന്നു. ദ ടോട്ടൽ നമ്പർ ഓഫ് വേർട്ടീസസ് ഡിഫറെൻറ്റ് ഫ്രം എക്സ് ദാറ്റ് അപ്പിയർ ഇൻ R ബ്ലോക്സ് കണ്ടെയ്നിങ് എക്സ് ഈസ് R ഇൻറ്റു K-1. അപ്പോൾ നമ്മളിവിടെ കണ്ടുപിടിക്കുന്ന കാര്യം ദ ടോട്ടൽ നമ്പർ ഓഫ് വേർട്ടീസസ് ഡിഫറെൻറ്റ് ഫ്രം എക്സ് ദാറ്റ് അപ്പിയർ ഇൻ R ബ്ലോക്സ്. അപ്പം എക്സ് ഓൾറെഡി 4 ബ്ലോക്കിലുണ്ട്. ഈ 4 ബ്ലോക്കിലും എക്സ് അല്ലാതെ വരുന്ന വേർട്ടീസസുകളുടെ സമ്മാണ്. അപ്പം നമ്മളുടെ എക്സ് 1 ആണ്,
നമ്മുടെ എക്സാമ്പിളിൽ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിലാണ് 1 ബിലോങ് ചെയ്യുന്നത്. അപ്പോൾ 1 അല്ലാതെ വരുന്ന വേർട്ടീസുകൾ എത്ര എണ്ണം ഉണ്ട്, അവയുടെ സമ്മാണ് നമുക്ക് നോക്കണ്ടേ. അപ്പോൾ ജനുവരിയിൽ 1 അല്ലാതെ വരുന്ന 2 എണ്ണം ഉണ്ട്, ഫെബ്രുവരിയിൽ 1 അല്ലാതെ വരുന്ന 2 എണ്ണം ഉണ്ട്, മാർച്ചിൽ 2 എണ്ണം ഉണ്ട്, ഏപ്രിലിൽ 2 എണ്ണം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ 4ൻ്റെയും കൂടെ സം വരുമ്പോൾ നമുക്ക് 8 കിട്ടും. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു R ഇൻറ്റു K-1 എന്നാണ് പറയുന്നത്. ഇവിടെ R എത്രയാണ്? 4 ആണ്. K-1 എത്രയാണ്? 2 ആണ്. 4 ഇൻറ്റു 2 എത്രയാണ്? 8 ആണ്. അതാണ് നമുക്ക് ഓൾറെഡി കിട്ടി. ഓക്കെ, സോ R ഇൻറ്റു K-1 ഈസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു V-1 നമുക്ക് പ്രൂവ് ചെയ്യണം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഈച്ച് ഓഫ് ദ V-1 വേർട്ടീസസ് ഡിഫറെൻറ്റ് ഫ്രം X മസ്റ്റ് ഒക്കർ വിത്ത് X ഇൻ ലാംഡ ബ്ലോക്സ്. ഇവിടെ എക്സാമ്പിളിൽ V-1 എന്ന് പറയുന്നത് 8 വേർട്ടീസസ് ആണ്, ഡിഫറെൻറ്റ് ഫ്രം X. മസ്റ്റ് ഒക്കർ വിത്ത് X ഇൻ ലാംഡ ബ്ലോക്സ് സോ ദാറ്റ് ദ ടോട്ടൽ നമ്പർ ഓഫ് മസ്റ്റ് ഒക്കർ വിത്ത് X ഇൻ ലാംഡ ബ്ലോക്സ്. അപ്പം ഇതിനകത്ത് പറയുന്നത് ഇത്രേ ഉള്ളൂ. ഈ 8 വേർട്ടെക്സും അല്ലെങ്കിൽ ഈ 8 വേർട്ടെക്സ് X അല്ലാതെ വരുന്ന 8 വേർട്ടെക്സും ആ വേർട്ടെക്സുകൾ എക്സിൻ്റെ കൂടെ പെയറായിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു അത് ലാംഡയുടെ ഡെഫിനിഷൻ തന്നെയാണ് ആ ഉദ്ദേശിക്കുന്നത് ആക്ച്വലി. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ എക്സാമ്പിൾ നോക്ക്. ജനുവരിക്കകത്ത് 1 എന്ന് പറഞ്ഞാണ് എക്സ്, ബാക്കി 2ഉം 3ഉം അതിൻ്റെ പെയറായിട്ടാണ് വരുന്നത്. 2, 3 ഒരു പെയറായിട്ട് എടുക്കുക. ഈ 2, 3 ഈ എൻറ്റയർ സാധനത്തിനകത്ത്, അതായത് ജനുവരിയിൽ മാത്രമേ 2, 3 ഒരു പെയറായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഫെബ്രുവരിയിൽ 2, 3 എന്ന് പറഞ്ഞൊരു പെയറില്ല, മാർച്ചിൽ 2, 3 എന്ന് പറഞ്ഞൊരു പെയറില്ല, ഏപ്രിലിൽ 2, 3 എന്ന് പറഞ്ഞൊരു പെയറില്ല. അപ്പം 1 അല്ലാതെ വരുന്ന ബാക്കി വേർട്ടെക്സുകൾ എക്സിൻ്റെ കൂടെ വരുന്ന, ഇവിടെ എക്സ് 1 ആണ്, 1 അല്ലാതെ 1ൻ്റെ കൂടെ വരുന്ന ബാക്കി വേർട്ടെക്സുകൾ ആ ഒരൊറ്റ ബ്ലോക്കിലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ബാക്കി വേർട്ടെക്സുകളുടെ പെയർ ആ ഒരൊറ്റ ബ്ലോക്കിലേ കാണാൻ പറ്റുള്ളൂ. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. 1 അല്ലാതെ 1ൻ്റെ കൂടെ വരുന്ന ബാക്കി വേർട്ടെക്സുകളുടെ പെയർ ജനുവരി മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. 2, 3 എന്ന് പറഞ്ഞാൽ ഒരൊറ്റ പെയർ ജനുവരിയിലേ കാണാൻ പറ്റുള്ളൂ. 4, 7 എന്ന് പറഞ്ഞ ഒരൊറ്റ പെയർ ഫെബ്രുവരി മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. So the total number of each of the V-1 vertices different from X must occur with X in lambda blocks. So the total number of varieties different from X that appear in R blocks containing X is lambda into V-1. അപ്പോൾ നമ്മളിവിടെ കണ്ടുപിടിച്ചുകൊണ്ടിരുന്ന കാര്യം എന്താ? R ബ്ലോക്സിൽ എക്സ് അല്ലാതെ R ബ്ലോക്സിൽ ഉള്ള ബാക്കി വെറൈറ്റീസുകളുടെ എണ്ണത്തിൻ്റെ സമ്മാണ് നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, സോ അത് ഈസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു V-1. നമ്മുടെ എക്സാമ്പിളിൽ ലാംഡ എന്താണ്? 1 ആണ്. V-1 എന്താണ്? 8 ആണ്. 1 ഇൻറ്റു 8 ഈസ് എഗെയിൻ 8. മുകളിൽ നമുക്ക് 8 തന്നെയാണ് കിട്ടിയത്. ഓക്കെ, R ഇൻറ്റു K-1 നമുക്ക് 8 ആണ് കിട്ടിയത്. ദെയർഫോർ ലാംഡ ഇൻറ്റു V-1 ഈസ് ഈക്വൽ ടു R ഇൻറ്റു K-1. സോ ദാറ്റ്സ് ഇറ്റ്. തിയറം ക്ലിയർ ആണ്. ഇനി ഒരു നോട്ടാണ്. ബൈ ഡെഫിനിഷൻ ഓഫ് BI/BD വി ഗെറ്റ് K ലെസ് ദാൻ V. ദിസ് അലോങ് വിത്ത് BK ഈക്വൽ ടു VR ഇംപ്ലൈസ് R ലെസ് ദാൻ V. ഓക്കെ, അതും ക്ലിയർ ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ BI/BD പറയുന്നത് എന്താണ്? അത് ഇൻകംപ്ലീറ്റ് ആണെന്നാണ് പറയുന്നത്. ഇൻകംപ്ലീറ്റ് ബ്ലോക്ക് ഡിസൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനകത്ത് എല്ലാ ബ്ലോക്കിലും എന്താ പറയുക, നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ ഒന്നുകൂടെ നോക്കാം. ആൻഡ് ഇൻകംപ്ലീറ്റ് ഇഫ് ഈച്ച് ബ്ലോക്ക് ഈസ് എ സബ്സെറ്റ് ഓഫ് V. ഓക്കെ, ഈച്ച് ബ്ലോക്കിലും V എലമെൻറ്റ്സ് ഇല്ല, K എന്ന് പറയുന്ന സബ്സെറ്റ് ഓഫ് എലമെൻറ്റ്സ് ഓഫ് V ഉള്ളൂ. അതായത് നമ്മുടെ എക്സാമ്പിളിൽ 3 എലമെൻറ്റ്സേ ഉള്ളൂ. ഒരു ബ്ലോക്കിൽ 3 എലമെൻറ്റേ ഉള്ളൂ. മൊത്തത്തിൽ 9 എലമെൻ്റ് ഉണ്ടെങ്കിലേ അതിനെ കംപ്ലീറ്റ് എന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇതിനകത്ത് ഓരോ ബ്ലോക്കിലും 3 എലമെൻറ്റേ ഉള്ളൂ. 3 is set of 3 elements is a subset of set of 9 elements. That's it. So that's it. അപ്പം by the definition of BI/BD, K is less than V. This along with BK equal to VR. BK equal to VR എന്ന് നമുക്ക് തിയറം 6.14 എന്ന് കിട്ടി. അപ്പം BK equal to VR ആണ് K ലെസ് ദാൻ VU ആവണമെങ്കിൽ BK equal to VR സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ R ലെസ് ദാൻ B ആയിരിക്കണം. ഓക്കെ, അത് നമുക്ക് കിട്ടുന്ന കാര്യമാണ്. ഇനി കൊറോളറി 6.15. ഇനി BVRK ലാംഡ ഡിസൈൻ ലാംഡ ഇസ് ലെസ് ദാൻ R. അതെങ്ങനെ വന്നു നോക്കാം. We know lambda into V-1 is equal to R into K-1. Theorem 6.15. Which implies lambda by R is equal to K-1 by V-1. That is less than 1.
നമ്മൾ ഓൾറെഡി പറഞ്ഞു കെ വിനേക്കാളും ചെറുതാണ്. അപ്പോൾ ഇവിടെ K2ഉം V3യും ആയിട്ട് എടുക്കുക. K2ഉം V3യും എടുത്തു കഴിഞ്ഞാൽ K-1 1ഉം V-1 എന്ന് പറയുന്നത് 2ഉം കിട്ടും. ഓക്കെ, സോ 1/2 is less than 1, ദാറ്റ്സ് ഇറ്റ്. സോ അതുകൊണ്ട് നമുക്ക് ലാംഡ ലെസ് ദാൻ r എന്ന് കിട്ടും. ഇനി അടുത്തത് ഒരു നോട്ടാണ്. ദേ ഡു നോട്ട് എക്സിസ്റ്റ് എനി ഡിസൈൻ ഫോർ BVRK ലാംഡ ഇസ് ഈക്വൽ ടു 86432 even though Vk equal to Vr, r into K-1 is not equal to lambda into V-1. അപ്പോൾ ഇങ്ങനത്തെ വാല്യൂസ് ബിക്ക് 8ഉം വിക്ക് 6ഉം ആറിന് 4ഉം കെയ്ക്ക് 3ഉം ലാംഡയ്ക്ക് 2ഉം തന്നിട്ടുള്ള വാല്യൂസ് തന്നിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ടൊരു ബ്ലോക്ക് ഡിസൈൻ ഉണ്ടാക്കാൻ പറ്റത്തില്ല. കാരണം അത് BK equal to VR സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിലും r into K-1 is not equal to lambda into V-1. അതായത് തിയറം 6.15 ഹോൾഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് അതൊരു ബ്ലോക്ക് ഡിസൈൻ അല്ല. So it is obvious that for given values of BVRK and lambda, there need not exist a BVRK lambda design. Clear ആണ്. ഇനി തിയറം 6.16 Fisher's inequality. Fisher's inequality states that in a BVRK lambda design, B greater than or equal to V. പക്ഷെ അതിൻ്റെ പ്രൂഫ് കൊടുത്തിട്ടില്ല. പ്രൂഫ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണെന്നാണ് പറയുന്നത്. അതിവിടെ നമുക്കില്ല. ഓക്കെ, ഇനി അടുത്ത നോട്ടാണ്. ദ കണ്ടീഷൻസ് BK equal to VR, തിയറം 6.14. r into K-1 is equal to lambda into V-1, 6.15. Lambda less than r, corollary. And B greater than or equal to V. ഈ 4 കണ്ടീഷൻസ് ആർ നെസസറി ഇൻ എ BVRK ലാംഡ ഡിസൈൻ ബട്ട് നോട്ട് സഫിഷ്യൻറ്റ്. ഓക്കെ, ഇതെല്ലാം നെസസറി കണ്ടീഷൻസ് ആണ്, സഫിഷ്യൻറ്റ് കണ്ടീഷൻസ് അല്ല. എക്സാമ്പിൾ: ബിക്ക് 21, V15, R7, K5, ലാംഡ 2. There exists no BIBD even though it satisfies all the conditions above. അപ്പം ഈ തന്നിരിക്കുന്ന എക്സാമ്പിളിൽ ഉള്ള BVRK ലാംഡ എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. BK equal to VR എന്ന് പറയുന്നതും അങ്ങനെയുള്ള എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊരു BIBD ഫോം ചെയ്യുന്നില്ല. സോ ദീസ് ആർ ഓൾ നെസസറി കണ്ടീഷൻസ് ബട്ട് നോട്ട് എ സഫിഷ്യൻറ്റ് കണ്ടീഷൻ. ദി ലാസ്റ്റ് പോയിൻ്റ് ആണ്, if B equal to V, then the design is called symmetric in BIBD. Therefore, K equal to R in every symmetric design as BK equal to VR. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടായിരുന്നു B ഈക്വൽ ടു, നമ്മൾ ഫിഷേഴ്സ് ഇൻഇക്വാലിറ്റിയിൽ കാണുന്നതാണ് B ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു V എന്നാണ്. ഓക്കെ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വിയിൽ B ഈക്വൽ ടു V എന്ന് നമുക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് K ഈക്വൽ ടു R എന്നും കിട്ടും. തന്നെയല്ല, B ഈക്വൽ ടു V എന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേര് സിമെട്രിക് ഡിസൈൻ എന്നാണ്. K ഈക്വൽ ടു R എന്ന് എങ്ങനെ കിട്ടും? ഒബ്വിയസ്ലി തിയറം 6.14 വെച്ചിട്ട് BK ഈക്വൽ ടു VR എന്ന് നമുക്കറിയാം. അപ്പോൾ അതിനകത്ത് B V ആണെങ്കിൽ K Rുമായിട്ട് ഈക്വൽ ആയിരിക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ, so K equal to R in every symmetric design. So this is all about it. Thank you.